ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഞാൻ വന്നേക്കുന്നത് കൂന്തൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് നിറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഞങ്ങളത് പണ്ട് കാലത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതല്ലേ, അപ്പോൾ ഇത് നമുക്ക് വൃത്തിയാക്കി എടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇത് നിറയ്ക്കുന്നതിനായിട്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഈ എരിയുള്ള മുളകാണ് എടുത്തേക്കുന്നത്. അത് ഒരുപാട് എരി വേണ്ട, ആവശ്യത്തിന് മാത്രമേ ചേർക്കൂ. പിന്നെ പുട്ടിനുള്ള അരിപ്പൊടിയും അതിൽ അല്പം തേങ്ങയും ചേർത്താണ് ഞാൻ എടുത്തേക്കുന്നത്. ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാനൊന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നതിൽ ചെറിയ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് ശകലം ഉപ്പും ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സിയിൽ വെച്ചൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. അത് വഴറ്റിയാണ് നമുക്ക് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുകും അല്പം കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരാൻ തുടങ്ങി. അപ്പോൾ നമ്മളിവിടെ ചേർത്ത് വെച്ചേക്കുന്ന ഈ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നമുക്കൊന്ന് നന്നായിട്ടിട്ട് വഴറ്റിയെടുക്കും. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ പച്ചപ്പെല്ലാം മാറി നല്ലതായിട്ടൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. കൂന്തളിൻ്റെ തന്നെ കുറച്ച് തലയുടെ ഭാഗമൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇതിലിട്ട് കൊടുക്കാം. ഇതിൽ കിടന്നൊന്നായി വരട്ടെ. കണ്ടോ, ഇതിപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കിട്ടണം. ഇങ്ങനെ ഒന്ന് നല്ല പരുവായി കിട്ടണം. ഞാനിപ്പോൾ ഇവിടെ ഇത് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടേ. അപ്പോൾ അതിൽ നിറയ്ക്കാനുള്ള അരിപ്പൊടി ഇരിപ്പുണ്ട്. ഞാൻ ഈ വഴറ്റി കൊണ്ടുവന്ന ഈ സാധനം ഇരിക്കുന്നത് കുറച്ച് നേരത്തെ പാടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നിറച്ചിട്ട് കാണിക്കാം. ഇത് മുഴുവനും നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്യേണ്ടത്, നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് നമുക്കിതിലേക്ക് ഒന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് ഇതിൽ ഒരുപാട് സമയം വേണ്ട, കുറച്ച് സമയം ഒന്ന് ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. കണ്ട, ഇതുപോലെ കിട്ടും. നമുക്ക് ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കുമ്പോൾ നമുക്കിതുപോലെ കിട്ടും. അതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. എങ്ങനെയെന്ന് കാണിക്കാം. ഇത് വെളിച്ചെണ്ണയും ഉപ്പും ചേർത്ത മുളക് പൊടിയാണ്. വെളിച്ചെണ്ണ അല്പം ചേർത്തെടുത്തേക്കണം മുളക് പൊടിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ രണ്ട് വശം ഒന്ന് മൂത്ത് വരട്ടെ. നമുക്കിത് പൊട്ടിത്തെറിക്കാനായിട്ട് സാധ്യതയുണ്ട്. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് റെഡിയാക്കിയെടുക്കാം. കണ്ടോ, ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ നിറച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ്. ഒരുപാട് മസാല കൂട്ടുകളൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ പറയണം. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പോകണം. കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.